ഗൈസ്, ഈ വീഡിയോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. കാരണം ഈ ഒരു അവസ്ഥ നിങ്ങളിൽ ആർക്കും വരരുത്. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ദാരുണമായ ഒരു കഥയെ പറ്റിയും ആൻഡ് ആ ഒരു ദാരുണാവസ്ഥയിലേക്ക് അദ്ദേഹം എങ്ങനെ എത്തിപ്പെട്ടു എന്നും അതേ അവസ്ഥയിൽ നിങ്ങൾക്ക് എങ്ങനെ എത്താതിരിക്കാൻ പറ്റും, അതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതുമാണ്. ഏകദേശം ഒരു 30-35 വയസ്സുണ്ടാവും പുള്ളിക്ക്. കല്യാണമൊക്കെ കഴിച്ച കൊച്ചൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹം. പുള്ളിക്ക് സ്വന്തമായിട്ട് ഒരു ഡ്രസ് വർക്കിൻ്റെ ബിസിനസ് ഉണ്ട്. നമ്മുടെ വീട്ടിൻ്റെ മുകളിലുള്ള ഒരു ഡ്രസ്സൊക്കെ പണിയില്ലേ, അതിൻ്റെ ബിസിനസ്. സോ ഈ ഡ്രസ് വർക്കിൻ്റെ ബിസിനസ് തുടങ്ങാൻ വേണ്ടി പുള്ളിയുടെ കയ്യിലുള്ള കുറച്ച് പൈസയും അതേപോലെ ബാങ്കിൽ നിന്നും ലോണും പിന്നെ അല്ലറ ചില്ലറ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ കടം മേടിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ബിസിനസ് തുടങ്ങി വന്നത്. ആൻഡ് അത്യാവശ്യം ബിസിനസ് പച്ചപിടിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു ദിവസം പുള്ളി ഡ്രസ് വർക്കൊക്കെ ആണല്ലോ, ഇപ്പോൾ പുറത്ത് വെയിലത്തൊക്കെ ഇരുന്ന് പണിയുന്നതായതുകൊണ്ട് പുള്ളിക്ക് പെട്ടെന്ന് ഒരു വയ്യാത്ത ഒരു ഫീൽ വന്ന് ഹോസ്പിറ്റലിലായി. പുള്ളി അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായി ചികിത്സയും മരുന്നും ഒക്കെ ആയിട്ട് ഒരുപാട് പൈസ പുള്ളിക്ക് അങ്ങനെ ചിലവായി. ആൻഡ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ഡിസ്ചാർജ് ആയി വന്ന് പഴയ പോലെ പണിയെടുക്കാനായിട്ട് പോകാനായിട്ട് പറ്റാതെയായി. പക്ഷേ അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഒരു ദിവസം പുള്ളി മരണപ്പെട്ടു. അങ്ങനെ പുള്ളി മരണപ്പെട്ടു. ആൻഡ് മരണ ദിവസം വീട്ടിൽ ഇദ്ദേഹത്തിനെ കാണാൻ വന്നവർ ഭാര്യനോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഭർത്താവ് മരിച്ചതിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്, പക്ഷെ ഞങ്ങളുടെ പൈസ എപ്പോൾ തരും? മരണച്ചടങ്ങിൽ ദുഃഖം പങ്കുവയ്ക്കാൻ വന്ന ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഇദ്ദേഹം മേടിച്ച ആ ഒരു പൈസ, കടം കൊടുത്ത പൈസ എപ്പോൾ തിരിച്ചു തരുമെന്ന് ചോദിക്കുന്നു. നാട്ടുകാർ മാത്രമല്ല, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിട്ട് ബാങ്കുകാരും എല്ലാവരും ചോദിക്കുന്നത് ഞങ്ങളുടെ പൈസ എപ്പോൾ തിരിച്ചു തരും. ആൻഡ് ഈ പുള്ളിയുടെ ഭാര്യയ്ക്ക് ജോലിയൊന്നും ഉണ്ടായില്ല. ആൻഡ് ആ ഒരു കുടുംബത്തിലെ ഏക വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഇദ്ദേഹം നടത്തിയിരുന്ന ആ ഒരു ഡ്രസ് വർക്കിൻ്റെ ബിസിനസ്സായിരുന്നു. നിങ്ങൾ ആ ഭാര്യയുടെ മനസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കും. കുടുംബത്തിലെ ഏക വരുമാനം ഭർത്താവായിരുന്നു. ഭർത്താവ് ഇപ്പോൾ പോയതുകൊണ്ട് വരുമാന മാർഗം നിന്നു എന്ന് മാത്രമല്ല, ഭർത്താവ് വരുത്തി വെച്ചിരുന്ന കടങ്ങൾ മുഴുവനും ഇപ്പോൾ ഭാര്യയുടെ തലയിലായിരിക്കുവാണ്. അത് അടച്ചു തീർക്കാനായിട്ട് കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാതെ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് വന്നെത്തി. എന്നാൽ മാസാവസാനം കഷ്ടി 1000 രൂപയൊക്കെ കയ്യിലുള്ള ഇദ്ദേഹത്തിന് നിസ്സാരം ഏറ്റവും കുറഞ്ഞത് 685 രൂപ പുള്ളിക്ക് മുടക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ അദ്ദേഹം മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 2 കോടി രൂപ ലഭിച്ചേനെ. ഞാൻ വെറുതെ പറയൂല, ഇത്തരത്തിൽ വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ വളരെ കൂടുതൽ തുക കൊടുക്കുന്ന ഇൻഷുറൻസുകളുണ്ട്. ഇതിനെയാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ടേം ഇൻഷുറൻസുകളുടെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ ഇതിന് ചിലവ് കുറവാണ് എന്ന് മാത്രമല്ല, ഇതെടുക്കാനായിട്ട് നിങ്ങൾ ഒരു ഏജൻറ്റുമാരുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല, ഒരു ബാങ്കിലും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ ഫോൺ വെച്ചിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങാനായിട്ട് പറ്റുന്നതാണ്. ആൻഡ് ഇന്ത്യയിൽ ഒരുപാട് ടേം ഇൻഷുറൻസുകൾ മേടിക്കാനുള്ള കമ്പനി ഉണ്ട്. ഓരോ കമ്പനികളുടെ ടേം ഇൻഷുറൻസിന് ഓരോ പോലത്തെ തുകയായിരിക്കും. സോ നിങ്ങൾക്ക് ഏത് ടേം ഇൻഷുറൻസ് ആണ് വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്യണമെങ്കിൽ ഓരോരുത്തരുടെയും വെബ്സൈറ്റിൽ നിങ്ങൾ കയറി പോയി നോക്കാവുന്നതാണ്. പക്ഷേ നിങ്ങളെ കൊണ്ട് മാസം അടയ്ക്കാൻ പറ്റുന്ന തുകയും നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾക്കായിരിക്കും കൂടുതൽ നന്നായിട്ട് അറിയാവുന്നത്. അതുകൊണ്ട് ഈ ഓരോ സ്ഥലത്ത് പോയി തിരയുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഇൻഷുറൻസുകളെല്ലാം കൂടി ഒരു സ്ഥലത്തിരുന്ന് കമ്പയർ ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റുകളുണ്ട്. അതിൽ പോയിട്ട് ഇൻഷുറൻസ് മേടിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ അധികം പോളിസീസ് കാണാൻ പറ്റും. അവിടെ ഒട്ടനവധി ഇൻഷുറൻസ് കാണുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ഫിൽറ്റർ ചെയ്ത് സോർട്ട് ചെയ്ത് എത്ര രൂപയാണ്, എത്ര കാലയളവിനാണ്, എത്ര കവറേജ് ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. പ്ലസ് എക്സ്ട്രാ അപ് ടു 10% നിങ്ങൾക്ക് പ്രീമിയത്തിൽ ലാഭിക്കാനും പറ്റും. പക്ഷെ നിങ്ങൾ ചാടിക്കയറി ടേം ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ അറിയേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ആൻഡ് ഈ കാര്യം ചിലപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ പല ഏജന്റുമാർക്കും ഇഷ്ടപ്പെടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ടേം ഇൻഷുറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടില്ലേ? ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ഇൻഷുറൻസ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ മാസാമാസം വളരെ കുറഞ്ഞ ഒരു തുക അടച്ചാൽ മതി. മാസാമാസം വളരെ ഒരു കുറഞ്ഞ തുക ഒരു കാലയളവിലേക്ക് നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ അടയ്ക്കുന്ന കാലയളവോളം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയാണോ അവർ തരാമെന്ന് പറഞ്ഞിട്ടുള്ള സം അഷ്വേർഡ് ആ ഒരു എമൗണ്ട് നിങ്ങളുടെ നോമിനിക്ക് മുഴുവനായിട്ട് കിട്ടും. എന്നാൽ ഭൂരിഭാഗം ആൾക്കാരും ഈ ടേം ഇൻഷുറൻസ് എടുക്കാത്തതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? ശരിയാണ്, ഞാൻ മാസം 685 രൂപ പോട്ടെ, ഒരു 1000 രൂപ വെച്ച് അടയ്ക്കുവാണ് ഒരു ടേം ഇൻഷുറൻസിന്. ഞാൻ ഒരു 80 വയസ്സ് വരെ അല്ലെങ്കിൽ 85 വയസ്സ് വരെയുള്ള ടേം ഇൻഷുറൻസ് എടുത്തേക്കുന്നത്. ഞാൻ ഈ ടേം ഇൻഷുറൻസ് റെഗുലറായിട്ട് അടയ്ക്കുന്നുണ്ട്. പക്ഷേ 85 വയസ്സിന് മുന്നേ ഞാൻ തട്ടിപ്പോയില്ല. 85 വയസ്സ് വരെ ഞാൻ ജീവിച്ചു വെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 1 രൂപ പോലും തിരിച്ച് കിട്ടില്ല. അപ്പോൾ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നത് ഒരു മണ്ടത്തരമല്ലേ? ഈ ഇൻഷുറൻസ് പോളിസികൾ വിൽക്കാൻ വരുന്ന ഏജന്റുമാരും ഇതേ ഒരു കാര്യം പറഞ്ഞു തന്നെയാണ് നിങ്ങളെ കൊണ്ട് ഈ ഒരു ഇൻഷുറൻസ് എടുത്താൽ മതി. സോ നിങ്ങൾ എല്ലാ മാസവും അടയ്ക്കുന്ന ആ ഒരു തുക ഈ ഒരു ഇൻഷുറൻസ് കഴിയുമ്പോൾ മുഴുവനായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇത്രയും ലാഭകരമായ വേറെ സാധനമില്ല എന്ന് പറഞ്ഞ് നമ്മളെ വഴിതെറ്റിക്കുന്നത്.
ലെറ്റ് മീ എക്സ്പ്ലെയിൻ. മൊത്തത്തിൽ 3 തരത്തിലുള്ള ടേം ഇൻഷുറൻസുകളുണ്ട്. ഒന്നാമത്തേതാണ് റെഗുലർ ടേം ഇൻഷുറൻസ്. റെഗുലർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാസാമാസം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു നിശ്ചിത എമൗണ്ട് അടയ്ക്കുന്നു ഇത്ര വർഷത്തേക്ക്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എത്രയാണോ സം അഷ്യൂർഡ് അത് കിട്ടുന്നു. ഒന്നും സംഭവിച്ചില്ല എങ്കിൽ ഒന്നും കിട്ടില്ല. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ട്, റിട്ടേൺ ഓഫ് പ്രീമിയം എന്ന് പറഞ്ഞ പ്ലാൻ. റിട്ടേൺ ഓഫ് പ്രീമിയം എന്താ വെച്ചാൽ മാസാമാസം നിങ്ങൾ എത്രയാണോ പ്രീമിയം എമൗണ്ട് അടയ്ക്കുന്നത് ആ ഒരു എമൗണ്ട് ഇത്ര കാലയളവിന് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ GST മൈനസ് ചെയ്തിട്ട് എത്രയാണോ നിങ്ങളുടെ എമൗണ്ട് അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് കിട്ടും. ആഹാ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ഈ പറഞ്ഞ 685 രൂപ തൊട്ടുള്ള ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ നിങ്ങൾക്ക് 2 കോടിയുടെ ഒക്കെ പ്ലാൻ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ. ഇതേ 2 കോടിയുടെ ഇതേ ടെന്യൂറിനുള്ള പ്ലാൻ നിങ്ങൾ റിട്ടേൺ ഓഫ് പ്രീമിയം നോക്കുകയാണെങ്കിൽ മാസം മിനിമം 2000 അല്ലെങ്കിൽ 3000 രൂപ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അത് നിങ്ങളുടെ പ്രായവും നിങ്ങളുടെ ജോലിയും അനുസരിച്ച് മാറും. സോ ഇവിടെ നമ്മൾ 600 പോട്ടെ 1000 രൂപ ചിലവാക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ 3000 രൂപ മാസം അടയ്ക്കുന്നു. ആൻഡ് ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു വലിയ കമ്മിറ്റ്മെന്റ് ആണ്, കുറേ വർഷങ്ങൾക്കാണ് നിങ്ങൾ എടുക്കുന്നത്. സോ എല്ലാ വർഷവും എല്ലാ മാസവും നിങ്ങൾ 3000 രൂപ വെച്ച് അടച്ചടച്ചടച്ച് ഇൻ ദ എൻഡ് ഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു അടച്ച എമൗണ്ട് GST മൈനസ് ചെയ്ത് കയ്യിൽ കിട്ടുന്നു. പക്ഷേ ബുദ്ധിയുള്ള ആൾക്കാർ ഒരിക്കലും ഇൻഷുറൻസിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണൂല. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ ആണ്. ഈ പറഞ്ഞ റിട്ടേൺ ഓഫ് പ്രീമിയം എന്ന് പറയുന്ന സ്ഥാനത്ത് വീഴുന്നതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു റെഗുലർ പ്ലാൻ എടുക്കുക. ഒരു 1000 രൂപ അടയ്ക്കുന്ന പ്ലാൻ നിങ്ങൾ എടുത്താലും കുഴപ്പമില്ല. ബാക്കി കയ്യിൽ 2000 രൂപ ഉണ്ടാവില്ല മാസം. ആ 2000 രൂപ കൊണ്ട് നിങ്ങൾ വല്ല മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഒരു FDയിലെങ്കിലും ഇട്ട് വെച്ചോ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നോക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് ചേർത്തിട്ടുള്ള എമൗണ്ട് എങ്കിലും കയ്യിൽ കിട്ടും. ഞാൻ ഒരു കാര്യം ആലോചിക്കണം, റിട്ടേൺ ഓഫ് പ്രീമിയം എന്ന് പറഞ്ഞാൽ നമ്മൾ അടച്ച തുകയിൽ നിന്ന് GST മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് കിട്ടുന്നത്. നിങ്ങൾ 1 ലക്ഷം രൂപയാണ് മൊത്തം പ്രീമിയം അടച്ചെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ GST മൈനസ് ചെയ്ത് ബാക്കിയുള്ളത് കിട്ടും. പക്ഷേ ഇന്നത്തെ 1 ലക്ഷത്തിൻ്റെ മൂല്യം ആയിരിക്കില്ല 30 വർഷത്തിന് ശേഷം 1 ലക്ഷം രൂപയുടെ മൂല്യം. പക്ഷേ നിങ്ങൾ പറഞ്ഞതിലൊരു പ്രശ്നമുണ്ട്. ഈ മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്കിലൊക്കെ കൊണ്ടുപോയി പൈസ ഇടുവാണെങ്കിൽ നമുക്ക് ആ പൈസ മുഴുവനായിട്ട് തിരിച്ച് കിട്ടുമെന്ന് എന്ത് ഗ്യാരണ്ടി? സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു കഴിഞ്ഞാൽ പൈസ മൊത്തം പോയില്ലേ? ശരിയാണ്, ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, 100% ന്യായമാണ്. ഇത്തരത്തിലുള്ള ആൾക്കാർക്കും ഇപ്പോൾ പുതിയ ഒരു ടേം ഇൻഷുറൻസ് പരിപാടി വന്നിട്ടുണ്ട്. ഇതിനെ 100% റീഫണ്ട് ഓഫ് പ്രീമിയം അറ്റ് നോ കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഇത് സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷേ ഭയങ്കര സിമ്പിളാണ്. അതായത് മാസം നിങ്ങൾ ഒരു എമൗണ്ട് അടയ്ക്കുന്നു. ഈ ഒരു എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര വർഷത്തേക്കാണ് കവറേജ് എടുക്കുന്നത്, ഇത്ര ഇപ്പോൾ 2 crore ഒക്കെ കവറേജ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വിചാരിക്കും. പക്ഷേ പിന്നീട് നിങ്ങൾക്ക് പൈസയുടെ ആവശ്യം വരും എന്തുണ്ടെങ്കിൽ ഈ ഒരു ഇൻഷുറൻസ് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേ വരെ നിങ്ങൾ എത്രയാണോ പ്രീമിയം അടച്ചിട്ടുള്ളത് ആ ഒരു പ്രീമിയം എമൗണ്ട് മുഴുവനും നിങ്ങൾക്ക് കിട്ടും. ആൻഡ് നിങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവില്ല, പക്ഷേ അടച്ച പൈസ ഒന്നും പോവില്ല. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് എത്ര പ്രായമായി എന്ന് വെച്ചിട്ടൊരു ടെന്യൂർ ഉണ്ടാവും. അതായത് ഒരു 20 വർഷത്തേക്ക് അല്ലെങ്കിൽ 30 വർഷത്തേക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രീമിയം അടയ്ക്കണം. അതിനുശേഷം നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാവും. ഒന്നില്ലേ ആ പൈസ മുഴുവനായിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് ഈ ഒരു സംഭവം ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സം അഷ്യൂർഡ് കിട്ടും. ഒന്നും സംഭവിച്ചില്ല, ആ വയസ്സ് വരെ ജീവിച്ചുവെങ്കിൽ 1 രൂപ പോലും കിട്ടില്ല. ഇതാർക്കാണ് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ, നിങ്ങൾ സപ്പോസ് എന്തെങ്കിലും പ്ലാൻ ചെയ്യുവാണ്, എനിക്കിപ്പോൾ 30 വയസ്സായി, എൻ്റെ 50ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 60ാമത്തെ വയസ്സിൽ എൻ്റെ മക്കൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പഠനത്തിന് വിടണം, അല്ലെങ്കിൽ വേൾഡ് ടൂറിന് പോകണം. അപ്പോൾ ആ സമയത്ത് പൈസയുടെ ആവശ്യമുണ്ട്. എന്നാൽ അതിന് മുന്നേ ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി തെരുവിൽ ഇറങ്ങരുത്, അവർക്ക് എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ വേണം. ഇത്തരത്തിലുള്ള ആൾക്കാർക്കായിരിക്കും ഈ 100% റീഫണ്ട് ഓഫ് പ്രീമിയം അറ്റ് നോ കോസ്റ്റ് എന്ന് പറഞ്ഞ പ്ലാൻ ഏറ്റവും ഉചിതം. എന്നാൽ ഈ ടേം ഇൻഷുറൻസ് എടുക്കുന്നവർ ചെയ്യുന്ന ഏറ്റവും വലിയ വേറൊരു മണ്ടത്തരം എന്താ അറിയോ? ഏറ്റവും നല്ല കവറേജ് എന്ന ഏറ്റവും കുറഞ്ഞ പ്രീമിയം കിട്ടാൻ വേണ്ടി ഇവർ ഈ റൈഡേഴ്സിനൊന്നും ആഡ് ചെയ്യില്ല. റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ബെനിഫിറ്റ്സ്. നിങ്ങൾ ഒരിക്കലും ഈ ടേം ഇൻഷുറൻസിനെ നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എമൗണ്ട് കിട്ടുന്ന ഒരു സ്കീമായിട്ട് മാത്രം ആലോചിക്കരുത്. ശരിയാണ്, നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ സം അഷ്യൂർഡ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടും. ആക്സിഡന്റ് സംഭവിച്ചു, ഫോർച്ചുനേറ്റ്ലി നിങ്ങൾ തട്ടിപ്പോയില്ല, പക്ഷേ നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ ഡിസബിലിറ്റി വന്നു, പിന്നീട് നിങ്ങൾക്ക് ജോലിക്ക് പോകാനാവില്ല. ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്രിട്ടിക്കൽ ഇൽനെസ് വന്നു, ക്യാൻസർ പോലുള്ള രോഗം വന്നു, നിങ്ങൾ എന്ത് ചെയ്യും? ഇതിനൊക്കെയാണ് നിങ്ങൾ റൈഡേഴ്സ് ആഡ് ചെയ്ത് വെക്കേണ്ടത്. ഉദാഹരണത്തിന് ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് ഉണ്ട്, ആക്സിഡൻ്റൽ ഡിസബിലിറ്റി ബെനിഫിറ്റ്, ഏകദേശം 59ഓളം ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ചെയ്യുന്ന ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ ഉണ്ട്, ഇൻകം ബെനിഫിറ്റ് ഉണ്ട്. ഇന്നിങ്ങനെ ഏതെങ്കിലും ഒരു റൈഡറും കൂടെ നിങ്ങൾ ആഡ് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അത്രയും മനസമാധാനം കിട്ടും. എന്നാൽ പിന്നെയും ആൾക്കാർക്കുള്ള ലാസ്റ്റ് ചോദ്യം അല്ലെങ്കിൽ ലാസ്റ്റ് പ്രശ്നം എന്താ വെച്ചാൽ, ശരി നീ പറഞ്ഞ പോലെ ഞാൻ ആ ലിങ്കിൽ കൂടെ വെബ്സൈറ്റിൽ പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ള പ്രീമിയം അല്ലെങ്കിൽ ഇഷ്ടമുള്ള പോളിസി ചൂസ് ചെയ്തു, ഓൺലൈൻ വഴിയാണ് ഞാൻ മേടിച്ചത്, ഞാൻ ഇത് എങ്ങനെ ക്ലെയിം ചെയ്യും? വല്ല ഏജന്റിന്റെ അടുത്തൊക്കെ വാങ്ങിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ ഏജന്റിനെ വിളിച്ചാൽ മതിയായിരുന്നു. ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഏജന്റുമാരോ അല്ലെങ്കിൽ ഓൺലൈനിലുള്ള ഒരു പോർട്ടലോ അല്ല വിൽക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു ഫോൺ മേടിക്കാൻ പോകുകയാണെന്ന് വിചാരിക്കും, ആ ഫോൺ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള കടയിൽ നിന്നും മേടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലും വാങ്ങിക്കാം. എങ്ങനെയായാലും കടയിലായിരിക്കും എമൗണ്ട് കൂടുതൽ ഓൺലൈനേക്കാളും. എനിവേ നിങ്ങളുടെ ഫോണിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് വാറണ്ടി തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ കടയോ ഓൺലൈനോ അല്ലല്ലോ, ആ ഫോണിന്റെ മാനുഫാക്ചർ ചെയ്ത കമ്പനിയല്ലേ. അതേപോലെ തന്നെയാണ് നിങ്ങളിപ്പോൾ ഇൻഷുറൻസ് ഏജന്റിന്റെ കയ്യിൽ നിന്നോ
അല്ലെങ്കിൽ ഓൺലൈൻ എടുക്കുവാണെങ്കിൽ അത് ക്ലെയിം ആവണോ വേണ്ടിയോ, അത് അപ്രൂവ് ആവണോ, അക്സെപ്റ്റ് ചെയ്യണോ, റിജക്ട് ചെയ്യണോ, ഇതൊക്കെ തീരുമാനിക്കുന്ന മേടിച്ച ഇൻഷുറൻസ് കമ്പനിയാണ്. ഏജന്റിൻ്റെ അടുത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ ഏജന്റ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഡോക്യുമെന്റ്സ് എല്ലാം മേടിച്ച് കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്യും. ആൻഡ് ഏജന്റിന്റെ സൗകര്യം അനുസരിച്ചൊക്കെ ഇരിക്കും. എന്നാൽ ഓൺലൈനാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ കസ്റ്റമർ സപ്പോർട്ട് കിട്ടും. ആൻഡ് ഓൺലൈൻ്റെ ഗുണം എന്ന് വെച്ചാൽ 24 മണിക്കൂറും 7 ദിവസവും കിട്ടും. 24/7 നിങ്ങൾക്ക് അവരെ വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ എല്ലാം ഡോക്യുമെന്റ് ചെയ്ത് ഓൺ ബിഹാഫ് ഓഫ് യു നിങ്ങൾക്ക് വേണ്ടി അവരുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ വ്യത്യാസം. കുറച്ചുകൂടെ കൺവീനിയൻസ് ഓൺലൈനിൽ കൂടെ കിട്ടും, ഒരു ആപ്പിൽ കൂടെ ഒക്കെ കിട്ടും. പിന്നെ അതേപോലെ ടേം ഇൻഷുറൻസിന്റെ വേറെ ഗുണം വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ടാക്സ് അടയ്ക്കുന്ന ആളാണെങ്കിൽ 80Cന്റെ അണ്ടറിൽ 1.5 lakhs വരെയൊക്കെ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇൻഷുറൻസ് ഏജന്റിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ അവരെക്കാളും കുറഞ്ഞ വിലയിൽ ഓൺലൈനിലോ 10% എക്സ്ട്രാ ഡിസ്കൗണ്ട് ഞാൻ പറഞ്ഞ ലിങ്കിൽ കൂടെ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ടേം ഇൻഷുറൻസ് മേടിക്കാവുന്നതാണ്. എന്നാൽ മസ്റ്റായിട്ടും ടേം ഇൻഷുറൻസ് മേടിച്ചിരിക്കണം എന്ന് മാത്രം. വെറുതെ നിങ്ങൾ കാരണം നിങ്ങൾ എടുത്തിരിക്കുന്ന കാർ ലോണ്, ഹോം ലോണ്, നാട്ടുകാർക്ക് കൊടുക്കാനുള്ള പൈസ, പേഴ്സണൽ ലോൺ, ഇതെല്ലാം എന്തോ ഒരു അൺഫോർച്ചുനേറ്റ് ഇവൻറ്റ് വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച് നിങ്ങൾ തട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാർ കൊടുത്തു തീർക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ വീടും പറമ്പും വരെ എഴുതി വിറ്റ് നടു റോട്ടിൽ ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരുത്തുന്നതിലും ഭേദമായിരിക്കും ഒരു നിസ്സാര തുക മാസാമാസം നിങ്ങൾ അടച്ച് ഒരു സെക്യൂരിറ്റിക്ക് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.